ഓരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയാം എന്തേ നിൻ്റെ ഓൺ വോയിസിലൊന്നും ചെയ്യാത്ത അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൺ വോയിസ് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. നീലിയാർ കോട്ടത്തു നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ കോട്ടത്തമ്മയുടെ അടുത്ത് വന്നിട്ടുള്ള നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നീലിയാർ ഭഗവതി അല്ലെങ്കിൽ നീലി കോട്ടത്തമ്മ. നമ്മുടെ നാട്ടിൽ കോട്ടത്തമ്മ എന്നാട്ടോ വിളിക്കുന്നത്. എൻ്റെ സ്വന്തം അമ്മ പോലെയാണ് എനിക്ക് കോട്ടത്തമ്മ. എന്നിലൊരു ശക്തി ഉണ്ടെങ്കിൽ, എനിക്കൊരു ശക്തി പ്ലസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോട്ടത്തമ്മ എന്ന് പറയുന്ന അമ്മയും മുത്തപ്പൻ എന്ന് പറയുന്ന അപ്പനുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഉച്ച സമയം ആകുമ്പോഴാണ് പോയിട്ടുള്ളത്. 2 മണിക്ക് അവിടെ നിവേദ്യം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ആ പായസം കഴിപ്പിച്ചിട്ടുണ്ടായില്ല, ജസ്റ്റ് പ്രസാദം മാത്രം വാങ്ങിയിട്ട് വരാ ചെയ്തത്. കുറേ ആൾക്കാർ ഇങ്ങനെ നരിമടയിലേക്കൊക്കെ പോകുന്നുണ്ട്. മെയിനായിട്ട് ഞാനിവിടെ പോകാനൊരു റീസൺ ഉണ്ട്. എൻ്റെ ഒരു നേർച്ച ഉണ്ടായി. അപ്പോൾ ആ നേർച്ചയ്ക്ക് ഞാൻ കോട്ടത്തമ്മ കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടത്തമ്മ കഴിപ്പിക്കേണ്ട ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, കോട്ടത്തമ്മ ഡെയിലി അവിടെ ഉണ്ടാവാറുണ്ട്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും തൊട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കോട്ടത്തമ്മ തെയ്യം അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വൈകുന്നേരം 4 മണി ടു 6 മണി വരെയുള്ള ടൈമിലാണ് ഉണ്ടാവുക. അപ്പോൾ നീലിയാർ കോട്ടത്തമ്മ കഴിപ്പിക്കാൻ വേണ്ടി അഡ്വാൻസ് ചെയ്തോന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മന്ത് ഓൾറെഡി ഫിൽഡാണ്. ഓഗസ്റ്റിലാണ് നമുക്ക് തന്നെ ഡേറ്റ് കിട്ടിയത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തോ ഭയങ്കര ഫീലാണ്, ഫുള്ളും കാട്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഭഗവതിനെ നിങ്ങൾ ഒരു തവണയെങ്കിലും കാണണം. ഇത് കണ്ണൂർ ജില്ലയിൽ പുന്നക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ വേറൊരു